നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉറക്കം കെടുത്തിക്കൊണ്ടിതാ ചൈനയുടെ കുതന്ത്രങ്ങൾ വീണ്ടും പൊട്ടിമുളയ്ക്കുകയാണ്. തക്ക മറുപടി കൊടുക്കണോ അതോ അതിന് തക്ക മരുന്ന് കൊടുക്കണോ എന്നാണ് ഇപ്പോൾ ന്യൂഡൽഹി ആലോചിക്കുന്നത്. തീരുമാനം ഉടനുണ്ടാകും. ഇനി ഒരു തവണ കൂടി ചൈനയെ മനുഷ്യജീവൻ വെച്ച് പന്താടാൻ ഇന്ത്യ സമ്മതിക്കില്ല. ഇന്ത്യക്കാരെ ബലി കൊടുക്കാൻ ഇന്ത്യ അനുവദിക്കില്ല എന്ന് ചുരുക്കം. ചൈനയിൽ ഇപ്പോൾ പടരുന്ന HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസാണ് ഇപ്പോൾ ഏവരുടെയും ആശങ്ക. ചൈനയുടെ മുഖ്യശത്രു ഇന്ത്യയാണെങ്കിലും കോവിഡ് സമയത്ത് എല്ലാവരെയും ചൈന കാര്യമായി തന്നെ സ്നേഹിച്ചു. ചൈനയുടെ ജൈവ ആക്രമണത്തിൽ, അങ്ങനെ തന്നെ പറയണം, ആ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് പേർക്കാണ് ലോകമെമ്പാടും കോവിഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഓർമ്മകൾ പോലും ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴിതാ ചൈന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ അടിച്ചമർത്തിയില്ലെങ്കിൽ കോവിഡിനെ കൂടുതൽ വിട്ടതുപോലെ ചൈന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ ലോകത്തെ മുടിക്കാൻ ഇറക്കിവിടും, ഒരു സംശയമില്ല. ഇന്നിപ്പോൾ ചൈനയിൽ നിരവധി പേരെ ആശുപത്രിയിലാക്കിയ, അനവധി പേരെ ശ്മശാനത്തിലേക്ക് എത്തിച്ച ഈ വൈറസ് അടുത്ത മഹാമാരിയാകുമോ, മരണം പെയ്ത് വിതയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഈ വൈറസിനെ ഇതര രാജ്യങ്ങൾ ഭയക്കണോ? അതിന് വളരെ നിസ്സാരം ചൈനയുടെ മറുപടി. ശൈത്യകാലത്ത് കണ്ടുവരുന്ന ഒരു ശ്വസന അണുബാധ മാത്രമാണ് ഇതെന്നാണ് ചൈന പറയുന്നത്. എന്തായാലും ന്യൂഡൽഹി ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. വളരെ സൂക്ഷ്മമായി ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏത് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ഇന്ത്യ ആരോഗ്യ മേഖലയ്ക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്വാഭാവികം. അതിർത്തി കടന്ന് വിമാനങ്ങളിലൂടെ, കടൽ മാർഗം ഒക്കെ ചൈന ഈ വൈറസിനെ ഇന്ത്യയിലേക്ക് കടത്തി വിട്ടേക്കാമെന്ന് മുന്നറിയിപ്പുമുണ്ട്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഭാരത് ബയോടെക്കുമൊക്കെ HMPV വൈറസിനെ നേരിടാനുള്ള ഗവേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. വൈറസ് വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് പല രാജ്യങ്ങളും പൗരന്മാരോട് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അന്ന് കോവിഡ് സമയത്തും ഇതുപോലൊരു വാർത്താക്കുറിപ്പ് ഒരു നവംബർ മാസത്തിൽ ചൈന ഇറക്കിയിരുന്നു. അങ്ങനെയാണ് ചൈന അന്ന് ലോകത്ത് ചതിച്ചത്. ഇതൊക്കെ വെറും പനി എന്നാണ് അന്ന് ചൈന കോവിഡ് സമയത്ത് പറഞ്ഞത്. എന്നിട്ട് എന്തായി? അതുതന്നെ ഇപ്പോഴും ചൈന പറയുന്നു. ചൈനയിലെ പൗരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തിന് ചൈനീസ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ശ്രദ്ധ ചെലുത്തുന്നതുമൊക്കെ ചൈന ഉറപ്പ് നൽകുന്നു. HMPV വൈറസ് നിരവധി പേരെ ബാധിച്ചെങ്കിലും അതിൻ്റെ തീവ്രത കുറവാണെന്നും, പക്ഷേ മുൻവർഷത്തെ അപേക്ഷിച്ച് രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടി എന്നാണ് ഇപ്പോൾ ചൈനയുടെ വാദം. ചൈനയിലെ നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പൗരന്മാരും വിനോദസഞ്ചാരികളും ഒക്കെ സൂക്ഷിക്കണം. അത് വളരെ വ്യക്തമാണ്. അതേസമയം ചൈനയിൽ HMPV ബാധിച്ച് ആയിരങ്ങൾ മരിച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പങ്കുവയ്ക്കാൻ ചൈനീസ് ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് മാത്രമല്ല, ഇൻഫ്ലുവൻസ A, COVID-19 തുടങ്ങിയ പല വൈറസുകളുടെയും പുതിയ വകഭേദങ്ങളും ചൈനയിൽ നിന്നുള്ള എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അതെല്ലാം രാജ്യത്ത് പടർന്നു തുടങ്ങി. ഇന്ത്യ അറിഞ്ഞിരിക്കണം എന്താണ് ഈ വൈറസ് എന്ന്. ഇതിന് മറുമരുന്ന് കണ്ടെത്താൻ ഇന്ത്യ മരുന്ന് നിർമ്മാണശാലകൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കാരണം ഇന്ത്യക്ക് ചൈനയുടെ മറ്റൊരു അതിക്രമം കൂടി താങ്ങാൻ സാധിക്കില്ല. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് ഈ HMPV. എല്ലാ തരത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കും. ആരെയും വെറുതെ വിടില്ല. ഒരു ഒഴിവുകളും ഉണ്ടായില്ല. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഇവരെയൊക്കെയാണ് ഈ HMPV വൈറസ് ലക്ഷ്യമിടുന്നത്. 2001 ഈ വൈറസിനെ പറ്റി ചൈന തിരിച്ചറിഞ്ഞതും കണ്ടെത്തിയതും. HMPV സാധാരണ ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചില കേസുകളിൽ വൈറൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ അത്ര സങ്കീർണങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. കാരണം കോവിഡും ഇതുപോലെയാണ് മനുഷ്യരെ കൊണ്ടുപോയത്. കുട്ടികളുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ 10 മുതൽ 12% വരെ ഇപ്പോൾ ചൈനയിൽ HMPV മൂലമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. 5 മുതൽ 16% വരെ കുട്ടികളിൽ ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ അണുബാധ ഉണ്ടാകാം. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ച വസ്തുക്കൾ സ്പർശിക്കുന്നതിലൂടെ രോഗം പടരും. കോവിഡിലും ശ്വാസകോശ രോഗബാധയിലൂടെയാണ് തുടക്കമുണ്ടായത്. ഒടുവിൽ പ്രതിരോധ മരുന്നുമായി ആസ്ട്രാസെനക്കയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഒക്കെ രംഗത്തെത്തിയെങ്കിലും ദശലക്ഷക്കണക്കിന് പേർക്കാണ് ലോകത്ത് ജീവൻ നഷ്ടപ്പെട്ടത്. എങ്കിലും ഇന്ത്യക്കടക്കം കോവിഡിനെ പിടിച്ചു നിർത്താനായി. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയിലാണ് ഇപ്പോഴും ഇന്ത്യ. ചൈനയുടെ ഒരു കള്ളക്കളിയും ഇനി അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇന്ത്യ.